നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹൾക്ക് ബ്രസീലിയൻ ഫുട്ബോൾ പ്രേമികൾ ഒരിക്കലും മറക്കില്ല. മഞ്ഞക്കുപ്പായത്തിൽ അദ്ദേഹം നടത്തിയിരുന്ന ആ തണ്ടർ ബോൾട്ട് ഷോട്ടുകൾ, കിടിലൻ ഷോട്ടുകളുടെ ഉടമ. 38 വയസ്സായിട്ടുണ്ട് ഇപ്പോൾ ഹൾക്കിന്. ഇപ്പോഴും അദ്ദേഹം അതുപോലെയൊക്കെ തന്നെ അങ്ങനെ നിൽക്കുന്നു. കിടിലൻ ഷോട്ടുകൾ ആ ബൂട്ടിൽ നിന്ന് പിറക്കുന്നു. ഇതാ ഇന്ന് പുലർച്ചെ നടന്ന ബ്രസീലിയറോ സീരിയ മത്സരത്തിൽ പാൽമിറാസിനോട് അദ്ദേഹത്തിന്റെ ടീമായ അത്ലറ്റിക്കോ മിനേറോ തോറ്റു. പക്ഷേ മിനേറോയുടെ 2 ഗോളുകൾ ഫ്രീ കിക്കിലൂടെയാണ് ഹൾക്ക് നേടിയത്. 3-2 അത്ലറ്റിക്കോ മിനേറോ പരാജയപ്പെട്ടത്. മറുഭാഗത്ത് ഇവാഞ്ചലിസ്റ്റയും മൗറീസിയോയും പാൽമിറാസിനായിട്ട് ഗോളടിച്ചു. ശേഷിക്കുന്ന ഗോൾ അലോൺസോയുടെ ഓൺ ഗോളായിരുന്നു. ഈ മത്സരത്തിൽ റോണിയും ഹൾക്കും ചേർന്നുകൊണ്ടാണ് അത്ലറ്റിക്കോ മിനേറോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചെങ്കിൽ മറുഭാഗത്ത് വിറ്റർഡോക്കും ആൻഡേഴ്സണും ടോറസും ഒക്കെ ചേർന്നുകൊണ്ടാണ് പാൽമറാസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 33-ാമത്തെ മിനിറ്റിൽ ഇവാഞ്ചലിസ്റ്റയിലൂടെ പാൽമറാസ് ലീഡെടുത്തെങ്കിലും ഹൾക്ക് 42-ാമത്തെ മിനിറ്റിൽ ഒരു തണ്ടർ ബോൾട്ട് ഫ്രീ കിക്ക് പാൽമറാസിന്റെ വലയിലേക്ക് അങ്ങ് അടിച്ചു കയറ്റി. ഇടവേള സമയത്ത് മത്സരം 1-1 സമനിലയിലായിരുന്നു. പിന്നീട് 51-ാമത്തെ മിനിറ്റിൽ അലോൺസോയുടെ ഓൺ ഗോളും 77-ാമത്തെ മിനിറ്റിൽ മൗറീസിയോയുടെ ഗോളും വന്നപ്പോൾ പാൽമറാസ് വിജയം ഉറപ്പിക്കുകയായിരുന്നു. പക്ഷേ കളിയുടെ എക്സ്ട്രാ ടൈമിൽ, ഇഞ്ചുറി ടൈമിൽ കിടിലൻ മറ്റൊരു ഫ്രീ കിക്ക് ഗോൾ കൂടി നേടി ഹൾക്ക്. എന്തായാലും 3-2 പരാജയപ്പെട്ടു അത്ലറ്റിക്കോ മിനേറോ. ഹൾക്കിന്റെ കാര്യത്തിൽ 38 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോഴും അദ്ദേഹം ആ മികവും ആ ഷൂട്ടിംഗ് പവറും ഒക്കെ അതുപോലെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2021 മുതൽ മിനേറോയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് നിരവധി ഗോളുകൾ പിറന്നു കഴിഞ്ഞു. ബ്രസീലിന് വേണ്ടി 49 അന്താരാഷ്ട്ര മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.